അപരിചിത. ഞാനിവിടെ ഉണ്ട് ഗിരിജ. വരുവാന്നേ. പ്രഭാവതിയമ്മ പതിയെ സ്റ്റെപ്സ് ഇറങ്ങി വരുന്നുണ്ട്. നോക്കിയപ്പോൾ താഴെ പ്രതാപനും ഗിരിജയും നിൽക്കുന്നു. അമ്മേ, അമ്മ ഇതെവിടെ പോയതാ? ഈ വയ്യാത്ത കാലും വെച്ച് എവിടെങ്കിലും വീഴില്ലേ? ഗിരിജ രൂക്ഷമായി അവരെ നോക്കി. ഞാൻ ശ്രീഹരിയോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പ്രഭാവതിയമ്മ താഴേക്ക് ഇറങ്ങി വരുന്നതിനിടയിൽ പറഞ്ഞു. അവർ മകനെ ഒന്ന് നോക്കിയിട്ട് അവരുടെ മുറിയിലേക്ക് പോയി. അമ്മയ്ക്ക് വലിയ കാര്യ പെൺകുട്ടിയെ. എപ്പം നോക്കിയാലും അവളോട് ചങ്ങാത്തം കൂടാൻ ചെല്ലും. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നിപ്പോൾ മനസ്സിലായില്ലേ? ഗിരിജ ഭർത്താവിനെ നോക്കി. നീ വരൂ. പ്രതാപൻ ഭാര്യയുമായി അവരുടെ റൂമിലേക്ക് നടന്നു. കുറച്ച് അരികൂടി അരയ്ക്കാനുണ്ട്, ഞാനിപ്പോൾ വരാം, ഗിരിജ ഭർത്താവിനോട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്കും പോയി. പ്രഭാവതിയമ്മയുടെ റൂമിലേക്ക് നോക്കിയപ്പോൾ അവർ കട്ടിലിരിക്കുന്നതാണ് അയാൾ കണ്ടത്. അമ്മേ. അയാൾ അകത്തേക്ക് കയറി. എന്താ മോനെ? അവർ മകനെ നോക്കി. കാലിന് വേദന എങ്ങനെയുണ്ട്? അയാൾ അമ്മയുടെ കട്ടിലിൻ്റെ ഓരത്തായി ഇരുന്നു. ശ്രീകുട്ടൻ തൈലം മേടിച്ചോണ്ട് വന്നു, അത് ഞാൻ തേക്കുമായിരുന്നു. വേദന ഇടയ്ക്കൊക്കെ ഉണ്ട്. ആ, പ്രായം ഇത്രയായില്ലേ മോനെ? പ്രഭാവതിയമ്മ ചിരിച്ചു. ആ പെൺകുട്ടിയെ അമ്മയ്ക്കിഷ്ടായോ? പ്രതാപൻ അമ്മയുടെ കാലിൽ തഴുകി. ആരെ? ശ്രീകുട്ടൻ്റെ വേളിയോ? അവർ മകനെ നോക്കി. അല്ലാതെ വേറെ പെൺകുട്ടിയുണ്ടോ ഇവിടെ? അയാൾക്ക് ചെറിയ നീരസം അനുഭവപ്പെട്ടു. ഉണ്ടല്ലോ, എനിക്കൊരു ചെറിയ മകളുണ്ട്, അവളും പെൺകുട്ടിയാ. അമ്മയത് പറയുകയും അയാൾക്ക് ചെറിയ ദേഷ്യം വന്നു. ആ, അതെനിക്കറിയില്ലായിരുന്നു. മകൻ അമ്മയെ ഒന്ന് പരിഹസിച്ചു. അമ്മേ, എനിക്ക് കാലത്തെ കോടതിയിൽ പോകേണ്ടതാ, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറയും. അയാൾ വീണ്ടും അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോന്നല്ലേ? പ്രഭാവതിയമ്മ തൈലുമെടുത്ത് മുറുക്കി അടച്ച് മേശമേൽ വെച്ചുകൊണ്ട് മകനോട് ചോദിച്ചു. അതല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചത്. അയാൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നീ ഇരിക്ക്. അവർ മകനെ കട്ടിലിൽ പിടിച്ചിരുത്തി. എനിക്ക് മേഘനയെ വളരെ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ആ കുട്ടിയോട് എനിക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പമാണ്. ഇവിടെ ആരും അവളോടൊരു വാക്ക് ഉരിയാടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവളോട് സംസാരിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്കതത്ര പിടിക്കുന്നുമില്ല, അതാ കാര്യം. പ്രഭാവതിയമ്മ മകനോട് പറയുകയാണ്. ശ്രീകുട്ടൻ വിവാഹം കഴിച്ച കുട്ടിയാണവൾ. എനിക്കവളെ അങ്ങനെ കാണാനേ പറ്റൂ. ഞാൻ മനസ്സുകൊണ്ട് അവളെ അംഗീകരിച്ചു കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എല്ലാവരും ആ കുട്ടിയെ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ. അവർ കിടക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളുടെ നാടും വീടുമൊക്കെ എവിടെയാ? അമ്മ ചോദിച്ചോ? മകൻ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് അമ്മയോട് പിന്നെയും ചോദിച്ചു. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നീട് ഞാൻ അവളെ വേദനിപ്പിക്കാനായി കൂടുതലൊന്നും ചോദിച്ചുമില്ല. പ്രതാപൻ പുറത്തേക്ക് നടന്നു. അയാൾ തൻ്റെ മകൻ്റെ മുറിയിലേക്കൊന്ന് നോക്കി, എന്നിട്ടൊന്ന് നെടുവീർപ്പെട്ടു. അടുത്ത ദിവസം കാലത്തെ പ്രതാപൻ വീണ്ടും ശ്രീഹരിയെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്താ അച്ഛാ? അവൻ വിനയത്തോടെ അച്ഛനോട് ചോദിച്ചു. നാളെ അവൾ വന്നിട്ട് 6 ദിവസമാകും. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്കറിയാം അച്ഛാ, ഞാൻ എന്തെങ്കിലും വഴി കാണാം. അവൻ അയാൾക്ക് മറുപടിയും കൊടുത്തു. ശരി, നീ പൊയ്ക്കോളൂ. അയാൾ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്നും പിൻവാങ്ങി. ശ്രീഹരി തിരികെ റൂമിലെത്തിയപ്പോൾ മേഘന കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മേഘന, അവൻ വിളിച്ചപ്പോൾ അവൾ കസേരയിൽ നിന്ന് വേഗം എഴുന്നേറ്റു. എന്താ? എന്താണെന്നോ? തനിക്കിവിടെ താമസിക്കാൻ അനുവദിച്ച സമയം നാളെ കൊണ്ട് കഴിയും. അവനത് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് പകച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ശ്രീഹരി അല്പം ഗൗരവത്തിൽ അവളെ നോക്കി. മനസ്സിലായി. ഹസ്ബൻഡ് വിളിച്ചോ ഇയാളെ? അയാൾ നാളെ എവിടെ വരും? ശ്രീഹരി അവൻ്റെ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ നോക്കി. അത് ആൾ നാളെ വരും. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. അവളിൽ എന്തോ കള്ളത്തരം അവന് തോന്നി. എങ്കിലും അവനത് കണ്ടില്ലെന്ന് വെച്ചു. കാരണം എവിടെയോ ഉള്ളിയൊരു പെണ്ണ്. അവൾക്ക് 2 ദിവസത്തെ താമസമാണ് ആദ്യം ചോദിച്ചത്. വളർത്തി വലുതാക്കിയ വീട്ടുകാരെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടി ഇറങ്ങിപ്പോയതാണവൾ.
എന്നിട്ട് അവൻ അവളെ കാര്യം കണ്ട ശേഷം ഉപേക്ഷിച്ചു. കടന്നു കളഞ്ഞതാണോന്ന് പോലും തനിക്കറിയില്ല. തൻ്റെ വീട്ടിൽ എല്ലാവരും ഓർത്തിരിക്കുന്നത് ഇവള് തൻ്റെ വേളിയാണെന്നാണ്. ശ്രീഹരിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ശരി, നാളെ അയാൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. ഞാൻ ഇയാളെ ഡ്രോപ്പ് ചെയ്യാം. ശ്രീഹരി അവളുടെ മറുപടി കാക്കാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ ബൈക്കിൽ കയറിയപ്പോൾ ആര്യ ഉമ്മറത്തേക്ക് വന്നു. കയ്യിലൊരു കവറും ഉണ്ട്. നീ എവിടെ പോന്നു? അവൻ സഹോദരിയെ നോക്കി. കമലയുടെ വീട്ടിൽ. അവൾ തയ്ക്കാൻ കൊടുക്കാൻ പോവാണെന്ന് അവന് മനസ്സിലായി. കയറിക്കോ, ഞാൻ ഇറക്കാം. ശ്രീഹരി പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവൾ ബൈക്കിൽ കയറി. നീയും എന്നോട് പിണക്കമാണോ? ശ്രീഹരി അവളോട് ചോദിച്ചു. എനിക്ക് പിണക്കൊന്നും ഇല്ല ഏട്ടാ. പിന്നെ ഏട്ടൻ ഈ പണി കാണിച്ചുകൊണ്ടൊരു വിഷമം, അത്രമാത്രം. നാളെ കൊണ്ട് എല്ലാവരുടെയും പിണക്കം മാറ്റാലോ എന്ന് ശ്രീഹരി ചിന്തിച്ചു. അതുകൊണ്ട് അവൻ കൂടുതലൊന്നും അവളോട് സംസാരിച്ചതുമില്ല. ശരി, നീ തയ്ക്കാൻ കൊടുത്തിട്ട് വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിട്ടോളാം, അവൻ ആര്യയോട് പറഞ്ഞു. ദേവിക ചിറ്റയുടെ നാത്തൂൻ്റെ മോളുടെ വിവാഹത്തിനായി ഇടുവാനുള്ള ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുവാൻ വന്നതാണ് ആര്യ. അളവും ഫാഷനും എല്ലാം കൊടുത്തതിന് ശേഷം ആര്യ ശ്രീഹരിയോടൊപ്പം വേഗം തന്നെ തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങി. പാവം ഏട്ടൻ. അവൻ തിരികെ പോയപ്പോൾ അവൾ ഓർത്തു. അല്ലെങ്കിലും എൻ്റെ മോൻ പാവമാണ്. ഇവളെന്തോ കൈവശം കൊടുത്ത് മയക്കിയതാ. ഗിരിജ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ ഈ കണ്ണീരെല്ലാം തുടയ്ക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കരയാൻ തുടങ്ങും. ആര്യ അമ്മയെ വഴക്ക് പറഞ്ഞു. എങ്ങനെ കരയാതിരിക്കും? ഇവനുമായിട്ടുള്ള വിവാഹ സ്വപ്നം കണ്ട് ഒരു പെൺകുട്ടി കഴിയുന്നുണ്ട്. രേവതിയോട് ഞാൻ എന്തു പറയൂടി? ഗിരിജയാണെങ്കിൽ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് കരയുകയാണ്. അമ്മ കാര്യം പറയണം. എല്ലാം ഇത്രയായില്ലേ, ഇനി വൈകിക്കണ്ട. അല്ലാതെ നമ്മൾ എന്താ ചെയ്യാ? ആര്യ അമ്മയെ നോക്കി. എന്തുമാത്രം സ്വത്ത് കിട്ടിയന്. ഒറ്റ മോളായിരുന്നു. ഗിരിജ താടിക്ക് കൈയും കൊടുത്ത് നിന്നു. ഏടത്തി പാവാണെന്ന് തോന്നുന്നു അല്ലേ അമ്മേ? ആര്യ അത് പറയുകയും എഴുന്നേറ്റ് പോടി അസത്തേന്ന് പറഞ്ഞ് ഗിരിജ അവളെ ഓടിച്ചു. ഈശ്വര, നാളെ ആകുമ്പോൾ 7ാമത്തെ ദിവസമാകും. ഒരു വഴിയും കാണുന്നില്ലല്ലോ. മേഘനയ്ക്കാണെങ്കിൽ ഒരു പിടുത്തവുമില്ല. ഫോൺ എടുത്ത് നോക്കി അവള്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തെങ്കിലും ഒരു പോംവഴി നീ കാട്ടണേ, എനിക്ക് മറ്റൊരു വഴിയുമില്ല. അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. ആര്യയെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് ശ്രീഹരി മിഥുനെ കാണുവാനായി വന്നതാണ്. പക്ഷെ അവൻ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് ശ്രീ വെറുതെ ബൈക്കോടിച്ച് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി. ആൽത്തറയിൽ ഇരിക്കുവാണവൻ. നാളെ അവൾ പോകും. അയാൾ സേഫായിട്ട് അവളെ വന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു. പാവം കുട്ടി സന്തോഷായിട്ടിരിക്കട്ടെ. ഭഗവാനെ, നീ കാത്തു രക്ഷിക്കണേ അവളെ. ഒരു കുരുക്കിലും കൊണ്ടുപോയി ചാടിക്കരുതേ. ശ്രീഹരി മഹാദേവനോട് പ്രാർത്ഥിച്ചു. 10-75 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മൂമ്മയും ഒരു 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയും കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് മുല്ലപ്പൂക്കെ ചൂടിയാണ് ആ കുഞ്ഞിൻ്റെ വരവ്. എന്തൊക്കെയോ കലപിലെ അവൾ പറയുന്നുണ്ട്. ശ്രീഹരിയുടെ അടുത്ത് വന്നതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവനും ചിരിച്ചു. അവൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ മേഘനെ അപ്പോഴും അവൻ്റെ മുറിയിൽ തന്നെയാണ്. ഓ, എങ്ങനെയാണ് ഈ കുട്ടി മുറി കഴിച്ചു കൂട്ടുന്നത്? അവനോർത്തു. എന്തെടുക്കുവാണ്? അവൻ അകത്തേക്ക് കയറി വന്നുകൊണ്ട് വെറുതെ ചോദിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. മുത്തശ്ശി കൊണ്ടുപോയി കൊടുത്ത ഇടിയപ്പവും കിഴങ്ങുകറിയും അതുപോലെ മേശമേലിരിക്കുന്നു. എന്താണ് ഇയാൾ ഫുഡ് കഴിക്കാത്തത്? അവൻ ചോദിച്ചപ്പോഴാണ് അവളും ആ കാര്യം ശ്രദ്ധിച്ചത്. കഴിക്കാൻ മറന്നുപോയി, അവൾ പറഞ്ഞു. എന്താ, മറന്നുപോയെന്നോ? ഫുഡ് കഴിക്കാനോ? അതെന്താ? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അത് ഞാൻ കഴിച്ചോളാം. അവൾ പെട്ടെന്ന് തന്നെ കൈ കഴുകി ഒരു ഇടിയപ്പം എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും എത്രയും നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മേഘന, അവൻ വിളിച്ചപ്പോൾ അവൾ മുഖം ഉയർത്തി. ഇപ്പോൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണവൾ. എടോ, തൻ്റെ പ്രശ്നം എന്താ? അവളപ്പോൾ തല താഴ്ത്തി. എടോ, താൻ കാര്യം പറയൂ, എന്താ അതിൻ്റെ പ്രശ്നം? അവൻ വീണ്ടും അവളോട് ചോദിച്ചുവെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല.
അയാൾ വിളിച്ചില്ലേ? അപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. സത്യം പറയൂ. അവൻ വീണ്ടും അവളെ നോക്കി. ഇല്ല. അത് പറയുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇനി എന്താ ചെയ്യുക? എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും കരയുകയാണ്. ശരി ശരി, താൻ ഭക്ഷണം കഴിക്കും, എന്നിട്ട് സംസാരിക്കാം, ശ്രീഹരി പറഞ്ഞു. അവൾ ഒരു തരത്തിൽ ഭക്ഷണം കഴിച്ചു. കൂടുതലൊന്നും ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇനി പുലുവലാവോ? അവൻ ഓർത്തു. വേണ്ട, ഇനി ഒന്നും ചോദിക്കണ്ട. അവൾ കാലത്തെ പോകട്ടെ. കാരണം തൻ്റെ ജീവിതം ഇട്ടാണ് താൻ കളിക്കുന്നത്. ശ്രീഹരി പിന്നീടൊന്നും ഇതിനെപ്പറ്റി അവളോട് ഒരക്ഷരം പോലും പറഞ്ഞതുമില്ല. രാത്രി രണ്ടാളും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. നാളെ കാലത്തെ പോകാൻ റെഡിയായിക്കോളൂന്ന് മാത്രം ശ്രീ പറഞ്ഞു. പതിവ് പോലെ നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് അവൾ കിടന്നു. ഈ 7 ദിവസം ദൈവദൂതനായാണ് ഇയാൾ വന്നതെന്ന് മേഘനെ ഓർത്തു. എന്തായാലും നാളെ മടങ്ങണം, അവൾ തീർച്ചപ്പെടുത്തി. പക്ഷേ പക്ഷേ എങ്ങോട്ട്? അവൾക്ക് ഉത്തരവില്ലായിരുന്നു. കാലത്തെ ശ്രീഹരി എഴുന്നേറ്റപ്പോൾ മേഘന കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. ഓ, ഇന്നിവള് പോകുമല്ലോ. അവന് സമാധാനമായി. കാരണം അമ്മയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അമ്മയോട് പിണങ്ങിയിരിക്കണം. പെട്ടെന്ന് വാതിൽ ആരോ കൊട്ടി. മേഘന പോയി വാതിൽ തുറന്നപ്പോൾ പ്രതാപനായിരുന്നു. അയാൾ അകത്തേക്ക് പ്രവേശിച്ചു. പിറകെ ഗിരിജയും. ശ്രീഹരി, നീ എഴുന്നേറ്റില്ലേ? അയാൾ ചോദിച്ചു. എഴുന്നേറ്റച്ച. അവൻ വേഗം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ അവനെ അടിമുടിയൊന്ന് നോക്കി. മേഘന ഇവിടെ വരൂ, അയാൾ വിളിച്ചു. അവൾ വിറയ്ക്കുന്ന കാലടികളോടെ അവരുടെ മുൻപിലേക്ക് വന്ന് നിന്നു. ഏതുവരെ പഠിച്ചു? BSc കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. എത്ര വയസ്സുണ്ട്? 20. ശ്രീഹരിയുമായിട്ടുള്ള ബന്ധം ഇയാളുടെ വീട്ടിലറിഞ്ഞോ? അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വീട്ടുകാർ നിന്നെ ഇനി മകളായി സ്വീകരിക്കുവോ? ഇല്ലെന്ന് അവൾ ചുമലനക്കി കാണിച്ചു. വീട്ടിലെ അഡ്രസ്സ് പറയൂ, ഞാൻ വിളിക്കാം. പ്രതാപൻ അവളെ നോക്കി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ തരാം, എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ. മേഘന അത് പറയുകയും ശ്രീഹരിയുടെ ചങ്ക് തകർന്നുപോയി. ശരി, എത്ര നാൾ വേണം? അയാൾ ചോദിച്ചു. ഒരു ഒരു അവൾ അയാളെ നോക്കി. 4 മാസം മതിയോ? മതിയെന്ന് അവൾ തലയാട്ടി. ശരി. പ്രതാപൻ എഴുന്നേറ്റു. എന്തൊക്കെയായാലും മേഘനയുടെ വീട്ടുകാരെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ. അവരോട് സംസാരിക്കണം. എല്ലാം സോൾവ് ആക്കി മുന്നോട്ട് പോകണം. പറഞ്ഞുകൊണ്ട് പ്രതാപൻ പുറത്തേക്ക് പോയി. പ്രഭാവതിയമ്മ വേഗം വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോൾക്ക് സന്തോഷായോ? അവർ ചോദിച്ചു. അവൾ തലയാട്ടി. ചിരിച്ചുകൊണ്ട് അവളുടെ കവിളി തലോടിയ ശേഷം അവരും ഇറങ്ങിപ്പോയി. എന്ത് വേണമെങ്കിലും ഇപ്പോൾ സംഭവിക്കുമെന്ന് അവൾക്ക് തോന്നി. ഒരു തണുത്ത കരസ്പർശം അവളുടെ ചുമലിൽ പതിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. എരിയുന്ന കണ്ണുകളോടെ നിന്ന് ശ്രീഹരിയെ നോക്കുവാൻ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. തുടരും.